എല്ലാവർക്കും നമസ്കാരം. ഡിവിൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് നോക്കാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നേ ദിവസം അറിയേണ്ടത് എന്നത് നോക്കാം. Breakthrough, rebirth, letting go, Two of Cups, harmony, mind, laziness, aloneness ആണ്. അപ്പം ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് ഇതിൽ കാണാൻ പറ്റിയത്. ബ്രേക്ക് ത്രൂ ആണ്. നിങ്ങളൊരു കഠിനമായ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങി എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അതിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെയധികം വേദനിച്ചിരുന്ന ഒരു കാര്യത്തിലാണ്. ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ പുറത്തിറങ്ങാനുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതങ്ങനെയാണ്. ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ആ സമയമായിരിക്കും. നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്ത് സ്ട്രഗിൾ ചെയ്താലും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പെയിൻ കിട്ടുന്നത് ആ ഒരു ഏറ്റവും കഠിനമായ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് വരുന്നത്, എത്ര പെയിൻ കിട്ടുന്നത്, സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. ചില കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റി. കാരണം റീബർത്താണ് അടുത്ത് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പുറത്ത് കിടന്ന് നിങ്ങൾക്കൊരു റീബർത്ത് കിട്ടി എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ജന്മം നിങ്ങൾ ഈ ജന്മത്തിൽ തന്നെ വീണ്ടും ഒരു റീബർത്ത് എടുത്തു എന്നുള്ളതാണ് പുതിയ ജന്മം. കാരണം പഴയ കാര്യങ്ങളൊക്കെ എൻഡ് ആക്കി നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങി, പുതിയൊരു ജീവിതം ആരംഭിച്ചു, പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ, ഏറ്റവും കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നല്ലൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ആ ജോബിൽ അവർ തുടങ്ങുന്നുണ്ടായിരിക്കാം. എന്തായാലും പുതിയ പ്രതീക്ഷകളാണ്. വളരെ സന്തോഷത്തിലാണ് നിങ്ങളിൽ പല ആൾക്കാരും. പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. ലെറ്റിംഗ് ഗോയാണ്. ഇപ്പോൾ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞു. അത് മൈൻഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പം മനസ്സ് നിങ്ങളെ ഒരുപാട് ആ ഒരു ട്രാപ്പിലാക്കി വെച്ചിരുന്നുവെങ്കിൽ ആ ട്രാപ്പിൽ നിന്നൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് മൈൻഡുമായി സംബന്ധിച്ച ഒരു കാര്യമായിരിക്കാം. മനസ്സ് നിങ്ങളെ കെട്ടിയിട്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അതൊന്ന് നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ എന്തോ ഒരു കാര്യത്തിൽ നിന്നും മറ്റുള്ളവരുടെ കെണിയിൽ നിന്നും പുറത്തിറങ്ങി എന്നും പറയാം. മറ്റുള്ളവർ എന്തെങ്കിലും തരത്തിലുള്ള ട്രാപ്പിൽ നിങ്ങൾ ആക്കിയിരുന്നുവെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ ജന്മം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസമാണെന്ന്. അപ്പം നിങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെ പ്രൗഡായിരിക്കുന്ന ഒരു ദിവസമാണെന്ന്. എനിക്കിതൊക്കെ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ച് ശരിക്കും നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നും ഇന്നേ ദിവസം എന്ന് തന്നെ കാണുന്നുണ്ട്. ഫ്രണ്ട്ലിനെസ് ആണ്. ഇപ്പം ടു ഓഫ് കപ്സ് ആണ്. ചില ആൾക്കാർക്ക് ഒരു യൂണിയൻ ഉണ്ട്. ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പുമായി ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി പുതിയൊരു ബിസിനസ് നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകളിലായിരിക്കാം. ചില ആൾക്കാർക്ക് ഏതെങ്കിലും കാർമികമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കി നിങ്ങൾക്കൊരു പുതിയ ഒരു സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും. കാരണം അങ്ങനെ അതൊരു വിവാഹത്തിലേക്ക് എത്തുന്നു, ഒരു ഹാർമണിയിലേക്ക് എത്തുന്നു എന്ന് കാണുന്നത് ഹാർമണിയാണ്. അപ്പോൾ അവർ ഹാർമണിയിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. 10 of Cups ആണ്. അപ്പോൾ വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരുന്നു. അത് നിങ്ങൾക്ക്
ഫേവർ അല്ലാത്തതാണെന്ന്. എന്നാലും നിങ്ങൾക്കത് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത് നിങ്ങളതൊന്ന് വളരെ പുറത്തിറങ്ങി വളരെ ഹാർമണിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് ആ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നാണ് കാണുന്നത്. പിന്നെ ലേസിനെസ് ആണ്. ചിലർ ഒരു വളരെ സന്തോഷമാണ് ഇന്നത്തെ കാര്യം, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നൊക്കെ പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. എലോൺലെസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ നേരത്തെ പ്രസൻസ് ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ആൾക്കൂട്ടത്തിൽ ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആരാണെങ്കിൽ നിങ്ങളിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് കൂട്ടൊന്നും തന്നെ വേണ്ട, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇനഫാണ് എന്ന് തോന്നുന്നൊരു സമയമാണ്. അപ്പോൾ വളരെ സന്തോഷം. എന്തായാലും നല്ലൊരു മെസ്സേജാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് പുതിയ തുടക്കം, 9 ഓഫ് കപ്സ് വീണ്ടും വന്നിട്ടുണ്ട്. മൂൺ കാർഡും വന്നിട്ടുണ്ട്. അത് മൈൻഡാണ്, നമ്മളെ ഇമോഷൻസ്. അപ്പോൾ ഈ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. ഒരു 5 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ ശരിക്കും കലുഷിതമായ ഒരു ഇതിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു ഓഫറിലേക്ക്, ചില ആൾക്കാർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ട്രാപ്പിൽ പെട്ടതുപോലെ ഇരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി നിങ്ങൾ പുറത്തിറങ്ങി ആ ഒരു ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങൾക്ക് പുതിയൊരു ഓഫർ നിങ്ങൾക്ക് വന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ജോലിക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ മൂൺ കാർഡും മൈൻഡും വന്നിട്ടുണ്ട്. ഇത് രണ്ടും മനസ്സുമായി സംബന്ധിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ ഒരു മനസ്സാണ് നിങ്ങളെ ട്രാപ്പിലാക്കിയിരുന്നത് എങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് ഗെയിമൊക്കെ നിങ്ങൾ സ്വയം അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് മാറി എന്ന് കാണുന്നുണ്ട്. പിന്നെ എംപ്രസ് ആണ്. ശരിക്കും ആലോചിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട്. സെൽഫ് മെയ്ഡ് ആണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. എനിക്ക് വേറെ ആരുടെയും സഹായമില്ലാതെ ഞാൻ ഇങ്ങനെ എത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്തസ്സോടെ പറയാൻ പറ്റുന്ന, വളരെ അഭിമാനത്തോടു കൂടി നമ്മളെ സ്വയം നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക്. അതാണ് കാരണം മറ്റൊരാളുടെ സഹായമില്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട്. അതിന് അങ്ങനെ തോന്നിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ വളരെ റെസ്പെക്റ്റോടുകൂടി നോക്കുന്ന ഒരു സമയമാണ്, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ വളരെ എനർജറ്റിക് ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ. ഒരു വിഷമം ഒന്നും നിങ്ങൾക്ക് ഇന്ന് അതൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറ്റിക്കളയുമെന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും വിഷമം വന്നാലും നിങ്ങൾക്ക് അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇന്നേ ദിവസം പ്രവർത്തിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. 2 കാർഡ് കൂടി നമുക്ക് എടുത്ത് നോക്കാം. ഹൈ പ്രീസ്റ്റസ് ആണ്. 4 ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ജയിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് കേട്ടോ ഇന്ന്. നിങ്ങൾ പണ്ട് നിങ്ങളിങ്ങനെ മറ്റുള്ളവർ തോൽപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ ജയിച്ചു എന്നൊരു തോന്നൽ വരുന്നു ഇന്നേ ദിവസം. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുന്നൊരു ദിവസമാണ്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നായാലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ ആളുകൾ പറയുമെങ്കിലും ചെയ്യും നിങ്ങളോട്, എങ്ങനെ പറ്റി, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വളരെ നല്ലതായി, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണിത് മറികടക്കാൻ പറ്റിയത് എന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന ഒരു സമയം കൂടിയാണ്. ഫൗണ്ടേഷനാണ്. വിക്ടറി ആൻഡ് സക്സസ്. ട്രൂത്താണ്. അപ്പോൾ നിങ്ങളുടെ സത്യത്തിന് ഒരു റിവാർഡ് കിട്ടിയെന്നാണ് കാണുന്നത്. നിങ്ങളിൽ സത്യമുണ്ടായിരുന്നെങ്കിൽ ആ സത്യത്തിനുള്ള റിവാർഡ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടി. വിക്ടറി ആൻഡ് സക്സസ് ആണ്. അപ്പം അത്
മറ്റുള്ളവർ മനസ്സിലാക്കുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളിലാണ് സത്യമെന്ന്, നിങ്ങളാണ് ശരിയെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്ന ഒരു ദിവസമാണ്. പിന്നെ ഫേം ഫൗണ്ടേഷൻ. അപ്പം തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്കുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നു. അത് നിങ്ങൾ ശരിക്കും പ്ലാനിങ്ങോടുകൂടി തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. ട്രൂത്താണ്. അപ്പം നിങ്ങൾ ശരിക്കും സത്യസന്ധമായി ജീവിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സത്യത്തിന് ദൈവം ഒരു റിവാർഡ് തരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ കുറേയധികം ചോയ്സസും ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഫ്ലാറ്റർ ചെയ്യാം, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീണ് പോകരുത്, മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളിലൊന്നും വീണ് പോകരുത്. കാരണം ഈ പറയുന്ന ആൾക്കാർ തന്നെ ഇന്ന് നല്ലത് പറയുന്ന ആൾക്കാർ നാളെ നമ്മളെ മോശവും പറയാം. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം എന്നുള്ളതല്ലാതെ പുകഴ്ത്തലിൽ ഒരുപാട് വീണ് പോകരുത്. അപ്പോൾ അങ്ങനെ നമ്മളതിൽ കുടുങ്ങിപ്പോയി കഴിയുമ്പോൾ ഇവർ തിരിച്ച് നെക്സ്റ്റ് മൊമെൻറ്റിൽ തിരിയും. തിരിയുമ്പോൾ അവരുടെ ആ ഒരു അഭിപ്രായത്തിന് നമ്മളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ അതും നമ്മളെ ബാധിക്കും. അപ്പോൾ അത് ചെയ്യരുത്. വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇന്നേ ദിവസം കുറേ ഓഫറോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുറേ ചോയ്സസ്, അത് എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല, കുറേ കാര്യങ്ങൾക്ക് ചോയ്സസ് വരും. ആ ചോയ്സസെല്ലാം നിങ്ങൾ വളരെ ബുദ്ധിപൂർവം നിങ്ങൾ ആലോചിച്ച് ആ ഒരു ചോയ്സ് എടുക്കണം എന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ പൊതുവെ വളരെ നല്ല ദിവസമായിരിക്കും കേട്ടോ ഇന്ന്. നിങ്ങൾക്ക് ഒരു അഭിമാനമൊക്കെ തോന്നുന്നൊരു ദിവസം, അത് ഏറ്റവും നല്ല കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ദിവസമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസം വളരെ നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.